കേശേ ഷിബു റോക്സിനുണ്ടല്ലോ നമ്മുടെ ഫാമിലിയും ഷാരോൺ ചേട്ടനും കമ്പനി ആവണത് തീരെ പിടിക്കണില്ല. അത് മാത്രമല്ല നമ്മൾ അതേ ഷാരോൺ ചേട്ടനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്നേ. ഞാൻ മറ്റേ പുള്ളിക്കെതിരെ റാഗിങ്ങിന് കംപ്ലൈന്റ് കൊടുത്തല്ലോ. ആ കംപ്ലൈന്റ് പിൻവലിച്ചതിന് ശേഷം ഷാരോൺ ചേട്ടൻ ശരിക്കും എനിക്ക് ചേട്ടനെ പോലെയാ. എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും പുള്ളിയുണ്ട്. സത്യം പറഞ്ഞ ഒരു ലോക്കൽ ഗാർഡിയനെ പോലെ. നമുക്കത് വിശ്വാസമായിട്ടാണല്ലോ പുള്ളി ഇവിടെ നിർത്തിയത്. എന്താണേലും ഷാരോൺ ബ്രോ ഇവിടെ ഉള്ളതുകൊണ്ടേ നമ്മുടെ ഷിബു റോക്സ് ഇവിടെ കിടന്ന് ചുറ്റക്കിറങ്ങാൻ സാധ്യതയുണ്ട്. എന്താണ് അമ്മുമ്മേ, ശിവചേച്ചി ഷാരോൺ ചേട്ടനും കൂടെ വഴി കൂടെ പൊക്കോണ്ടിരുന്നപ്പോ ഷിബു റോക്സ് തടഞ്ഞു നിർത്തി, എന്നിട്ട് ഭീഷണിപ്പെടുത്തി. തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയാ? എപ്പാ? ചുമ്മാതാ അമ്മുമ്മേ, അതിനുള്ള ധൈര്യം ഒന്നും ഷിബുവിനില്ല. അതൊന്നും പറയാൻ പറ്റത്തില്ല. കനകത്തിനെ തട്ടിക്കൊണ്ട് പോകാനല്ലേ അവനെ. കനകാന്റിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയാതിരിക്കാൻ നല്ലത്. വെറുതെ കനകാന്റിയുടെ കയ്യിൽ നിന്ന് അവൻ കുറെ അടി മേടിച്ച് കൂട്ടിയെന്നല്ലാതെ. എന്തൊക്കെ പറഞ്ഞാൽ 24 മണിക്കൂർ ശിവചേച്ചിയുടെ പറയാ ഷിബു റോക്സ്. അത് പിന്നെ ശിവ ഇവിടെ ലാൻഡ് ചെയ്തെന്ന് അറിഞ്ഞ പിന്നെ ഷിബുടെ കട പോലും ശ്രദ്ധിക്കാറില്ല. വേണ്ടി വന്നാലേ ഷിബു അവന്റെ കട വരെ മറക്കും. പക്ഷെ അത് ശിവ പറയണം. അതെ അതെ, പാവ ഷിബു റോക്സ് അല്ലേ അളിയാ? ஆமா, எனக்கும் அப்படியே தான் தோணும். பாவமா இருப்பான். பின்ன சில பாட்டி தாழ்த்தனமா ஏதாவது ஒண்ணு செய்வா. എനിക്കും ഇടയ്ക്കിടയ്ക്ക് അവനോട് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അവനൊരു നല്ല സ്നേഹമുള്ള കൊച്ച. തങ്കപ്പെട്ട ചെക്കൻ. ശിവ മനസ്സ് വെച്ചാൽ വേണമെങ്കിൽ ഷിബുവിന് ഒരു ജീവിതം കൊടുക്കാൻ. എന്റെ വായിരിക്കുന്ന ഇപ്പൊ വേണ്ട, പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി സെറ്റിലായതിനു ശേഷം. നിങ്ങൾ എന്നോട് ചുമ്മാ ഓരോന്ന് ആവശ്യമുണ്ട് പറഞ്ഞുണ്ടാക്കല്ലേ ഏട്ടാ. നിങ്ങൾ നോക്കോ, മിക്കവാറും അവന്റെ അന്ത്യ എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. അങ്ങനൊന്നും പറയല്ലേ, ഭാവി പറഞ്ഞല്ലേ. എന്തോ ഭാവി 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 എന്ത് പറ. ശരി, എല്ലാവരും തിരിയോ. കൊച്ചിനെ പറഞ്ഞിട്ട് എന്തോ കാര്യം? നിങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് കേൾക്കും, അതാ കൊച്ചു കേട്ട് പഠിക്കും. അവൾ കൈ നിട്ടും പറഞ്ഞു തുടങ്ങി ഭാവി പറഞ്ഞ ഓടിപ്പോ ഞാൻ. ചാരജി എന്തായി? എന്നിപ്പോ ആരെ വിളിച്ചെന്നറിയോ? ആര്? സാക്ഷാൽ ഷിബു റോക്സ്. അത് കൊള്ളാല്ല. യവ അതിന്റെ ഇടയ്ക്ക് എങ്ങനെ അളയന്റെ നമ്പർ ഒപ്പിച്ചേ? അയ്യോ, കുരുട്ട് ബുദ്ധിയാണേ, എവിടെന്നെങ്കിലും ഒപ്പിക്കും. അല്ല, എന്നിട്ട് എന്താ പറഞ്ഞ? അവൻ എന്നോട് പറയുവാണ് നാളെ നേരം വെളുക്കുമ്പോ എന്നെ ഇവിടെ കാണാൻ പാടില്ലെന്ന്. അഥവാ കണ്ട മറ്റന്നാളത്തെ പ്രഭാതം എന്നെ അവൻ കാണിക്കൂലെന്ന്. എനിക്ക് അറിഞ്ഞൂടെ. പിടിച്ചോ. ഇയാളെ കൊണ്ട് എന്തിനു പറ്റോടോ? നീ ആളുടെ കൊടുക്കണം, ആകാശത്തല്ല എറിയേണ്ടത്. പന പോലെ പൊക്കോണ്ടല്ലോ, ചാടി പിടിക്കണമായിരുന്നു. ബോഡി ഷേമിങ്, ബോഡി ഷേമിങ്. നിങ്ങളുടെ ടീമിന്റെ ആൾക്കാർ ബോഡി ഷേമിങ്. അയ്യേ, ഞാൻ ഇവിടെയാണല്ലോ നിലത്താണല്ലോ ഇരിക്കണത്. ഈ മോട്ടസ് നിങ്ങളുടെ ടീമുള്ള എല്ലാവരും മോശമാണ്. പിന്നെ നിങ്ങളുടെ ടീമിലെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചാടിയ പിടിക്കാവുന്ന സാധനമാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കൈ വെച്ചുതരാം. പിന്നെ അലമ്പാക്കല്ലേ, കളി അലമ്പാക്കല്ലേ. പോടാ. ഗൗരിയുടെ സൈഡാണല്ലോ. കനകം ദേ പ്രായമുള്ള മനുഷ്യനാന്ന് തോന്നുന്നുണ്ട് അവിടെ വന്നിരിക്കുന്നു. അയ്യോ കഷ്ടം, പാവം. ஆமா இல்லம்மா, ஐயோ பாவமா இருக்காங்கல்ல. அம்மா, அவர் ஏதாவது சாப்பிட்டு இருப்பாங்களோ? അറിയത്തില്ല, അതാണ്ട തീരെ വയ്യാൻ തോന്നുന്നു. நம்ம போய் கேட்கலாமா? പിള്ളേരെ അപ്പൂപ്പാ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? நீங்க ஏதாவது சாப்பிட்டீங்களா? വല്ലതും വേണോ? കഴിക്കാൻ വല്ലതും വേണോ? കാശ് വല്ലതും വേണോ? உங்க ஊர் எங்க? അയ്യോ, എങ്ങനെയാ ഇവിടെ വന്ന് പെട്ടേ? என்னம்மா இது? என்ன கேட்டாலும் ஆ ஊ மட்டும் சொல்றாரு. തീരെ വയ്യാൻ തോന്നുന്നു. എന്ത്
അമ്മ സോറി ഒരു ഫ്ലോയിൽ എങ്ങ വന്നപ്പോ ഇവിടെ പോയി ഡിസ്ക് എവിടെ അതാണ്ട് അപ്പൂപ്പനെടുത്ത് വെച്ചേക്കുന്നു അപ്പൂപ്പനെടുത്ത് വെച്ചടാ ഡിസ്ക് അപ്പൂപ്പൻ എന്തരനെ അപ്പൂപ്പന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടോ നടുവിന്റെ ഒരെണ്ണം ഞാൻ വെച്ചേരും കേട്ടാ പുള്ളി എടുത്ത് വെച്ചാ ചോദ്യടാ അപ്പോ ആ പിങ്ക് കളർ പ്ലേറ്റ് തരുമോ ഇല്ല തരൂല ഇത് കളിക്കണ്ട കളിക്കണ്ടേ വേണ്ട എന്ത് കളിച്ചാല് ഭയങ്കര വെയില് കളിക്കണ്ട അപ്പൂപ്പ ഡിസ്ക് അപ്പൂപ്പ ഇല്ല അല്ല അപ്പൂപ്പ അപ്പം കുഴപ്പമില്ല ഇരുന്നോ ഡിസ്ക് ഒന്ന് തരുമോ ഇല്ല ഇതെനിക്ക് ചോറ് വേണം ചോറ് 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 ഇതിലിട്ട് തിന്നല്ല ചോറ് ഇതിലിട്ട് തിന്ന അപ്പൂപ്പ നിക്കോ അപ്പൂപ്പ 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 ഒരു മിനിറ്റ് ഇങ്ങ് വാ. എന്റെ കുഞ്ഞു മോനെ ചക്കര ശിവുവേ നിനക്ക് എന്താടാ നിനക്ക് എന്തെന്താ കേടാ നിന്റെ തല്ലി തല്ലി എനിക്ക് മടുത്ത് ഇപ്പൊ നീ എന്താ എനിക്ക് ഇവിടെ വന്നേ ഡിസ്ക് എടുക്കാൻ വേണ്ടി ഡിസ്ക് എടുക്കാൻ 5 വരെ ഞാൻ എണ്ണും അതിനു മുമ്പ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കില്ലെങ്കിൽ ഇങ്ങോട്ട് വരും വേണ്ട 2 1 വേണ്ട വിട്ടോ 2 3 4 എന്താണ് മൂന്നത് എനിക്കറിഞ്ഞൂടാ സംഭവം എന്താന്ന് വെച്ചാല് പരിപാടി 2-3 ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഫ്രീ അല്ല പക്ഷെ ഫ്രീ ആണോന്ന് ചോദിച്ചാണ് ഞാൻ അതാണ് ഇപ്പൊ നിലവിലത്തെ എന്റെ അവസ്ഥ അതുകൊണ്ട് നീ ഫസ്റ്റ് പ്ലാൻ ചെയ്യ് എന്നിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് എന്നോട് പറ എന്നിട്ട് നമുക്ക് ആലോചിക്കാം അങ്ങനെ ശരി ശിവന്മാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നതിന് ബാക്കിയുള്ളവർ ഉയര് പോവല്ലോ പിന്നെ കിടന്ന് വിളിക്കണേ അൺനോൺ നമ്പർ ഹലോ ഇതാരാണ് അതോ പോയി കാശിയാ ആരാ ഒന്നുകൂടെ പറയൂ ഈ അഭ്യുദയകാംക്ഷിയാണോ ഉദ്ദേശിക്കണേ അഭ്യുദയകാംക്ഷി അന്ന് പറഞ്ഞേ അഭ്യുദയകാംക്ഷിന്ന് അബൂബക്കറല്ല അഭ്യുദയകാംക്ഷി ബേട്ടാ വളിയാ മോനെ ശിബു കുഞ്ഞേ നീയാണ് വിളിക്കുന്നതെന്ന് ഈ ലോകത്തുള്ള ഏവെന്ന് കേട്ടാലും മനസ്സിലാവും നീ നമ്പർ എവിടുന്നടാ ഏത് നമ്പറാ പുതിയത് മൊബൈൽ ഷോപ്പ് എന്റെ ഫ്രണ്ട് നമ്പറാണല്ലോ സംസാരിക്കും കുഞ്ഞുമോള്